ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് കാവിൻപുറം എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു 4 BHK ഒരു വീട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീട് 2000 സ്ക്വയർ ഫീറ്റുള്ളതാണ്. അപ്പോൾ 4,150 നമുക്ക് സെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ വിശേഷമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ കാണുന്ന വീട് നമുക്ക് ട്രിവാൻഡ്രത്ത് കാവിൻപുറം ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഒരു 150 മീറ്റർ മാറിയിട്ടാണ് വരുന്നത്. കാവിൻപുറം എന്ന് പറയുന്നത് നമുക്ക് പുളിയറക്കുളം, നമുക്കറിയാം ട്രിവാൻഡ്രത്ത് നമുക്ക് ഏഷ്യനെറ്റ് സ്റ്റുഡിയോയുടെ അടുത്തൊക്കെ വരുന്ന പുളിയറക്കുളം ജംഗ്ഷനുണ്ട്. അവിടെ നിന്ന് നമുക്കൊരു 2 കിലോമീറ്റർ മാറിയിട്ട് നമുക്കിവിടെ കാവിൻപുറം എന്ന സ്ഥലത്ത് വരാൻ പറ്റും. അവിടെയാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്കൊരു 13 കിലോമീറ്ററാണ് നമുക്കിവിടെ എത്താൻ വേണ്ടിയുള്ള ദൂരം വരുന്നത്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഒരു ബോക്സ് ടൈപ്പിലുള്ള ഒരു കിടിലൻ വീടാണ് നമുക്ക് വരുന്നത്. അതിൻ്റെ പുറത്തുള്ള എക്സ്റ്റീരിയർ എല്ലാം നല്ല ഭംഗിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുകളിലൊരു വലിയൊരു ബാൽക്കണിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിലൊക്കെ തന്നെ നമുക്ക് കാറൊക്കെ ഇടാനുള്ള നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നത് 4,100 സെൻറ്റിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. 2000 സ്ക്വയർ ഫീറ്റിലാണ് വീട് പണി ഏൽപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ 4 BHK ആണ്. നമുക്ക് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ ബാക്കി 3 ബെഡ്റൂമുമാണ് നമുക്ക് ടോട്ടൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു സ്ലൈഡിങ്ങും ഫോൾഡിങ് ഗേറ്റാണ് നമുക്കിവിടെ ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വൈഡായിട്ടുള്ളൊരു വലിയൊരു ഗേറ്റാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗേറ്റ് തുറന്ന് നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഗേറ്റ് തുറന്ന് നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് അപ്പോൾ ഈ കാണുന്ന ഒരു വിശാലമായിട്ടുള്ള കാർ പൗച്ചാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. നമുക്കൊരു വലിയ കാർ വരെ നന്നായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ തന്നെ നല്ല വിശാലമായിട്ടുള്ളൊരു വഴിയും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ ടാറിങ് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് ഇവിടെ കാർ പൗച്ച് വരുന്നത്. അപ്പോൾ ഒരു വലിയൊരു കാർ വരെ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ഇടാൻ വേണ്ടിയുള്ള നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ തറ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് അവിടെ നിന്ന് സൈഡിലോട്ട് കുറച്ച് ഭാഗം നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട്. കൂടാതെ ഈ വീടിന് നമുക്ക് പൈപ്പ് കണക്ഷന് കിണറും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഏരിയ ഫുള്ള് വരുന്നത്. നമുക്കിവിടെ ഈ സൈഡിലായിട്ട് കണ്ടോ, ഇവിടെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ഒക്കെ നമുക്കിവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് സിറ്റൗട്ട് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് വരുന്നത്. അപ്പോൾ 6x6 ഡയമെൻഷനിലുള്ള ഒരു കിടിലൻ സിറ്റൗട്ടാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ സൈഡിലുണ്ട് നമുക്കിവിടെ വാൾട്ടയിലൊക്കെ യൂസ് ചെയ്ത് ഈ ഒരു വുഡൻ ഫിനിഷിലാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഫുള്ളും പോർഷൻ ഫുള്ളും. പിന്നെ നമുക്കിവിടെ ആയിട്ട് ഒരു സർക്കിളായിട്ട് വരുന്ന ഒരു ഗ്ലാസ്സിൽ നമുക്കിവിടെ അകത്തോട്ട് കാണാൻ കണക്കുന്ന ഒരു വിൻഡോ ആണ് നമുക്കിവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നതാണ് നമുക്കിവിടുത്തെ മെയിൻ ഡോറ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന മെയിൻ ഡോറ് മുഴുവനായിട്ട് തേക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ കാണുന്ന ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് ഈ ഒരു ഡിസൈനിൽ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ പോളിഷും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ കുറച്ചും കൂടെ ബ്യൂട്ടിഫുള്ളായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. ഇനി അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ കാണുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ഫ്രണ്ട് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന നമുക്ക് ലിവിങ് ഏരിയ 14x12 ഡയമെൻഷനിൽ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഈ കാണുന്ന ലിവിങ് ഏരിയ വരുന്നത് 14x12 ഡയമെൻഷനാണ്. നമുക്ക് മുകളിലായിട്ട് നമുക്ക് സീലിംഗ് വർക്ക്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്കിവിടെ മുകളിൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നടുക്കായിട്ട് നമുക്കിവിടെ ഒരു ഹാങ് ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. അത് സീലിംഗ് വർക്കെല്ലാം തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതാണ് TV യൂണിറ്റ് വരുന്നത്. അത്യാവശ്യം വലിയ TV വരെ നമുക്ക് വയ്ക്കാൻ വേണ്ടിയുള്ളത് ഒരു TV യൂണിറ്റാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ബോർഡ് വർക്കിൽ നമുക്ക് ചെയ്തിട്ടുള്ളതാണ്. ഷെൽഫ്, നമുക്ക് ധാരാളം ഷെൽഫും കബോർഡ്സ് നമുക്കിവിടെ ധാരാളം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ചുമലിൻ്റെ സൈഡിലായിട്ട് കാണാം. നമുക്ക് ഈ ഒരു പാറ്റേണിലെ ഒരു ഡിസൈന് നമുക്ക് ഈ ഒരു ചുമലിൽ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു പാർട്ടീഷനായിട്ട് നമുക്കിവിടെ ഒരു ബോർഡ് വർക്കിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്താണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് ഡൈനിങ് ഏരിയ 12x10 ഡയമെൻഷനിലുള്ള ഒരു വലിയൊരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ നമുക്കിവിടെയും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു പോർഷനിൽ നമുക്കിവിടെ നമുക്ക് വാഷിംഗ് യൂണിറ്റൊക്കെ നമുക്ക് ഈ ഒരു പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു വാഷിംഗ് യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ടെയിലും കുറച്ച് ഒരു മിറർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കിതാണ് കബോർഡ്സ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. കിച്ചണിൻ്റെ വിശേഷമാണ് നമ്മളപ്പോൾ നോക്കുന്നത്. അപ്പോൾ കിച്ചണിൽ നമുക്ക് വരുമ്പോഴത്തേക്ക് ഈ കാണുന്ന നമുക്ക് ഓപ്പൺ കിച്ചൺ വരുന്നത് 12x12 ഡയമെൻഷനാണ് വരുന്നത്. നമുക്ക് തറയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ഒരു ടൈലാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ കണ്ടോ കബോർഡ്സ് ഒക്കെ നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ബോർഡ് വർക്കാണ് നമുക്കിവിടെ കബോർഡ്സ് എല്ലാം തന്നെ വരുന്നത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗാണ് ഇവിടെ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത്.
പിന്നെ നമുക്കിവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുള്ള നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു സിങ്കാണ് കണ്ടത് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ താഴത്തെ നമുക്ക് കബോർഡ്സ് നമുക്ക് ഈ ഒരു രീതിക്കാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ഇലക്ട്രിക് ചിമ്മിനി നമുക്ക് ഈ ഒരു പോർഷന് ഒരു ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ നമുക്ക് കിച്ചണിലെ വിശേഷം വരുന്നത്. ഇനി നമുക്കിവിടെ ഒരു വർക്ക് ഏരിയയും കൂടെ ഉണ്ട്. നമുക്കൊരു 12x4 ഡയമെൻഷനുള്ള ഒരു വർക്ക് ഏരിയ ഉണ്ട് ഈ ഒരു സ്പേസിലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സിങ്ക് നമുക്ക് ഈ ഒരു പോർഷനിലും കൊടുത്തിട്ടുണ്ട്. കബോർഡ്സ് നമുക്കിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിച്ചൻ്റെ വിശേഷം വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിന് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ബാക്കി 3 ബെഡ്റൂമും നമുക്ക് മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ആ ഒരു ബെഡ്റൂം കാണാം. നമുക്ക് ഈ TV യൂണിറ്റിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ 20x14 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് മുകളിൽ സ്പോട്ട് ലൈറ്റും നമുക്ക് സ്ട്രിപ്പ് ലൈറ്റുമാണ് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ നമുക്ക് ബെഡ്റൂം വരുന്നത്. നമുക്ക് ഇവിടെ പിന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു വലിയൊരു വാർഡ്രോബാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1 2 3 4 5 6 വാളിയിലുള്ള നമുക്കൊരു വലിയൊരു വാർഡ്രോബാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് വേണ്ട മിററും നമുക്ക് ധാരാളം ഒരു സ്റ്റോറേജ് സ്പേസും നമുക്ക് കബോർഡ്സൊക്കെ നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഫ്രണ്ടിലത്തെ വിൻഡോ ഉണ്ട്. നമുക്ക് ഇങ്ങനെ നമുക്ക് സ്ലോപ്പ് ചെയ്ത് നമുക്ക് താഴ്ന്നു വരുന്ന ടൈപ്പ് ഒരു വിൻഡോ ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമുക്ക് സറയുടെ പ്രോഡക്റ്റും ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഒക്കെ തന്നെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കളർ തീമാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു വിൻഡോയും നമുക്കൊരു ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈല് നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലാണ് നമുക്കിവിടെ തറയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, ഓപ്പൺ കിച്ചൺ നമ്മൾ നോക്കി, പിന്നെ ഒരു ബെഡ്റൂം നോക്കി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് ഇനി പോകേണ്ടത്. നമുക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് കണ്ടോ ഈ സൈഡിൽ കണ്ടോ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് ഇങ്ങനെ സൈഡിൽ വന്നിട്ട് കണ്ടോ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പോർഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മുകളിലോട്ട് നോക്കിയാൽ നമ്മൾ കണ്ടോ ഇവിടെ വാളിൽ നമുക്ക് ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. വാളിൽ ഈ ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ട് നല്ലൊരു കളർ തീം കണ്ടോ ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്ത്. അപ്പോൾ മുകളിൽ നമുക്കിവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കണ്ടോ കൊടുത്തിട്ടുണ്ട്. ഒരു ഫാൻസി ലൈറ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റെയറിൽ കയറി വരുന്ന ഒരു പോർഷനാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു ലൈറ്റിങ് നമുക്കിവിടെ കിട്ടുമ്പോഴത്തേക്ക് നല്ലൊരു ഭംഗി നമുക്കിവിടെ കിട്ടുന്നുണ്ടോ. അത് ഈ ഒരു താഴെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇൻവെർട്ടറൊക്കെ വയ്ക്കാൻ വേണ്ടിയാണ് നമുക്കിവിടെ ഒരു സ്പേസ് നമുക്കിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്കിവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു സ്പേസ് നമുക്ക് അങ്ങനെ ഒരു പോർഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് മുകളിലോട്ട് സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലോട്ട് പോകാം. നമുക്കപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റെയർ കയറി പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റീലും ആണ് നമുക്ക് ഹാൻഡിൽസ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. സൈഡിൽ നമുക്കൊരു പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് കണ്ടോ നല്ലൊരു ഡിസൈൻ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. ആ ടെക്സ്ചർ വർക്കും ആ നടുക്ക് വരുന്ന ഒരു ലൈറ്റിങ്ങും കണ്ടോ എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ നമുക്ക് നിന്നാൽ നമുക്ക് താഴോട്ട് കണ്ടോ നേരത്തെ നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് നോക്കി ആ പോർഷൻ കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു രീതിക്കാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടോ. പിന്നെ നമുക്കിവിടെ നിന്ന് ധാരാളം ലൈറ്റിംഗ് ഒക്കെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി ഈ ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ വരുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 16x12 ഡയമെൻഷനിലാണ് നമുക്കിവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമുക്കിവിടെ ഒരു TV യൂണിറ്റ് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. അത് ഫുള്ളും തന്നെ നമുക്ക് ബോർഡ് വർക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്കിവിടുത്തെ ഈ ഒരു TV യൂണിറ്റ് മൊത്തത്തിൽ വരുന്നത്. പിന്നെ നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാൻ വേണ്ടിയുള്ള സ്പോട്ട് നമുക്ക് ഈ ഒരു പ്ലേസിലാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ. TV യൂണിറ്റിൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു പോർഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത് കണ്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് നമ്മൾ ആ ഒരു സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ വന്നത്. അവിടെ കണ്ടോ അവിടെയൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ടെക്സ്ചർ വർക്കും അതും കൂടെ വന്നപ്പോഴത്തേക്ക് തന്നെ നല്ലൊരു ലുക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു പോർഷനിൽ, അവിടെ ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ 3 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു TV യൂണിറ്റിൻ്റെ സൈഡിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് വരുന്നത് 16x10 ഡയമെൻഷനിലാണ്
നമുക്ക് ഈ കാണുന്ന ബെഡ്റൂം വരുന്നത് കണ്ടോ. 16x10 ഡയമെൻഷനിലാണ് വരുന്നത്. നമുക്ക് മുകളിൽ സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു വലിയ വാൾഡ്രോബ് കൊടുത്തിട്ടുണ്ട്, ഒരു 4 വലിയ വാളിയും. പിന്നെ ഇവിടെ ഒരു മിററൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് ഉണ്ട് ഇവിടെ ഒരു വലിയൊരു വിൻഡോ ആണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ബോട്ടം നമുക്ക് ഇത്രയും ഇറങ്ങി വരുന്ന ഒരു വിൻഡോ ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ 2 പോർഷനിൽ ചെറിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. നമുക്കിവിടെ PVC ഡോർ തന്നെയാണ് നമുക്കിവിടെ ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് നമുക്ക് തറയിൽ നമുക്കിവിടെ ടൈലിൽ കണ്ട് ഒട്ടിച്ചിട്ടൊക്കെ ഉള്ളത്. ഇപ്പോൾ നമുക്ക് ടൈലും ഗ്രിപ്പുള്ള ടൈപ്പ് ടൈലാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു മിററും ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ബെഡ്റൂമിലോട്ട് പോകാം. നമുക്ക് ഈ കാണുന്ന ഒരു ബെഡ്റൂം നമുക്ക് വരുന്നത് 14x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. നമുക്കിവിടെയും സീലിംഗ് വർക്ക്, സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ തറയിൽ കണ്ടോ ഈ ഒരു പാറ്റേൺ സെയിം, നമുക്ക് ടൈലെല്ലാം തന്നെ സെയിം ഒരു പാറ്റേൺ ആണ് നമുക്ക് ഈ വീടിന് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് വാർഡ്രോബ് വരുന്നത് ഈ ഒരു ലുക്കിലാണ് വരുന്നത്. സെയിം നമ്മളപ്പുറത്ത് കണ്ട അതേ ടൈപ്പ് ഒരു വാർഡ്രോബാണ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ബോർഡ് വർക്കാണ് വരുന്നത്. പിന്നെ ഇവിടെയാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഒക്കെ തന്നെയാണ് നമുക്കിവിടെ മൊത്തത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കണ്ടോ ഈ ഒരു കളർ തീമാണ് കൊടുത്തിട്ടുള്ളത്. മിറർ, ബാക്കി എല്ലാ സംഭവവും നമുക്ക് ഈ പോർഷനിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ വീടിൻ്റെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ലാസ്റ്റത്തെ ഒരു ബെഡ്റൂമാണ്. നമുക്ക് ഈ ഒരു പോർഷനിലാണ് ലാസ്റ്റത്തെ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം ഉണ്ടോ ഈ ഒരു ലുക്കിലാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ബെഡ്റൂം വരുന്നത്. നമുക്ക് മുകളിൽ ഇവിടെ സീലിംഗ്, സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടൊരു 3 ഡോർ വരുന്ന ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കണ്ടോ ഒരു മിറർ നമുക്കിങ്ങനെ ഒരു രീതിക്ക് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 ഷെൽഫ് പോലെ ചെയ്തിട്ടുണ്ട്. മിറർ നമുക്കിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഇപ്പോൾ വാർഡ്രോബ് നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്കിവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ വാർഡ്രോബ് ഇതാണ്ട് ഈ ഒരു പോർഷനിലാണ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോർ തന്നെയാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈൽ തന്നെയാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആയിട്ട് തന്നെയാണ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കളർ തീമാണ് ടൈലും ബാക്കി കാര്യങ്ങളും വരുന്നത്. ബാക്കി എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് ഈ വീടിന് ഒരു വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി നമുക്കിവിടെ കിടപ്പുണ്ട് കേട്ടോ. 22x12 ആണ് നമുക്കിവിടുത്തെ ബാൽക്കണിയുടെ സൈസ് വരുന്നുണ്ട്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കണ്ടോ ഇത്രയും വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. സൈഡിൽ നമുക്കിവിടെ ഹാൻഡിൽസ് ഉണ്ടോ, ഗ്ലാസും നമുക്ക് സ്റ്റീലിലുമാണ് നമുക്ക് ഹാൻഡിൽസ് എല്ലാം വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് ഇവിടുത്തെ വലിയൊരു നമുക്ക് ബാൽക്കണി വരുന്നത്. പിന്നെ നമുക്കിവിടെ സൈഡിൽ വേണം മറച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഗ്രില്ല് ചെയ്തിട്ട് നമുക്കിവിടെ ഇങ്ങനെ ജസ്റ്റ് മറച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ പിന്നെ ഈ ഒരു പോർഷനിൽ നിന്നാണ് നമുക്ക് ടെറസിൻ്റെ മുകളിലോട്ട് പോകാൻ വേണ്ടി സ്റ്റെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് വലിയൊരു ബാൽക്കണി നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതുണ്ടോ. അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 83 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് അപ്പോൾ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഹോം ലോണാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് പുതിയതായിട്ട് വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും വന്ന് ഈ വീട് കണ്ട് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കൂടിയ വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.